ഹേ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ നമ്മൾ മോർണിംഗ് എണീറ്റ് റെഡിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് യൂണിഫോം ഒക്കെ ഇട്ട് നമുക്ക് എയർപോർട്ടിൽ പോകണം. വേഗം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയി. അങ്ങനെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. ഫുഡ് ഇപ്പം തന്നെ വരും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ലഞ്ച് നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും അവർ ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരാം. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്ക് ബൊഫേ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇന്ന് ലഞ്ചിന് സ്റ്റാർട്ടറായിട്ട് ഒരു മാഞ്ചോ ഫ്രൈഡ് നൂഡിൽസ് സൂപ്പും അതുപോലെ തന്നെ പിന്നെ ഒരു ചിക്കൻ ടിക്കയും പിന്നെ ഫിഷും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഞാനിവിടെ വന്നിട്ട് ഫിഷ് ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫിഷ് പറഞ്ഞു. പക്ഷേ എനിക്ക് അത്രയ്ക്ക് ഫിഷ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് പൊതുവേ ഫിഷിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, ഈ ഏവിയേഷനിൽ കയറുന്ന സമയത്ത് ക്യാബിൻ ക്രൂവിനും ക്യാപ്റ്റൻസിനും മാത്രമല്ലേ സ്റ്റേ ഒക്കെ പ്രൊവൈഡ് ചെയ്തോളൂ, ഗ്രൗണ്ട് സ്റ്റാഫിന് എങ്ങനെയാണ് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ ഒക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന്. ഞാനിവിടെ ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡെപ്യൂട്ടേഷൻ എന്താണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി. ഇന്ന് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സാധാരണ വൈകുന്നേരം ഈ ഒരു ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടിങ്ങനെ യൂട്യൂബിലിരിക്കും. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ പോവും, എന്നിട്ട് പിന്നെ കിടന്നുറങ്ങും. പക്ഷെ ഇന്ന് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങാം. ഞാൻ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ ഷെഫ് ഓരോ ദിവസം ഓരോ ഫുഡ് ഐറ്റംസ് എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെയാണ് ഇന്ന് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.